ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. തിരുസഭാ മാതാവ് വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളും, ഹെബ്രായർക്കെഴുതിയ ലേഖനം 13 അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുമാണല്ലോ. കാലം ചെയ്ത പിതാക്കന്മാരുടെ ഓർമ്മ ദിവസങ്ങളിലാണ് നാം ഈ തിരുവചന ഭാഗങ്ങൾ വിചിന്തനത്തിന് വിഷയമാക്കുന്നത്. ഇന്ന് അഭിവന്യ തോമസ് മാർ ദിയസ്കോറസ് തിരുമേനിയുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസം കൂടിയാണല്ലോ. നമ്മുടെ പ്രാർത്ഥനകളിൽ പിതാവിനെ നമുക്ക് അനുസ്മരിക്കാം. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് എന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. തൻ്റെ ഭവനമാകുന്ന സഭാ സമൂഹത്തിലുള്ളവർക്ക് കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം നൽകുവാൻ, അതായത് ആത്മീയമായ ഭക്ഷണം നൽകപ്പെടുവാൻ നിയോഗം ലഭിച്ചവരാണ് പൗരോഹിത്യ സമർപ്പിത ജീവിതം നയിക്കുന്ന ഓരോരുത്തരും. ഈ നിയോഗം ലഭിച്ചവരിൽ നിന്നും യജമാനനായ ക്രിസ്തു പ്രതീക്ഷിക്കുന്ന 2 കാര്യങ്ങളാണ് വിവേകവും വിശ്വസ്തതയും ഉള്ളവരായി ജീവിക്കുക എന്നത്. പ്രതീക്ഷിക്കാത്ത ദിവസവും അറിയാത്ത മണിക്കൂറും എന്നത് ജാഗ്രതയുള്ളവർ ആയിരിക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാകുവാൻ നമ്മോട് ദൈവവചനം പങ്കുവച്ച ആചാര്യന്മാരുടെ വിശ്വാസ ജീവിതം നാം അനുകരിക്കണമെന്നും, യഥാർത്ഥമായ ബലി എന്നത് നന്മ ചെയ്യുകയും നിങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയത് പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നതാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 2 തിരുവചന ഭാഗങ്ങളെയും നാം ഒരുമിച്ച് വിചിന്തനത്തിന് വിഷയമാക്കുമ്പോൾ 5 കാര്യങ്ങളാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഒന്നാമതായി, സഭയാകുന്ന തൻ്റെ ഭവനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക നിയോഗങ്ങൾ നാം ഓരോരുത്തരും തിരിച്ചറിയണം. രണ്ടാമതായി, ഈ ദൈവിക നിയോഗത്തോട് വിവേകവും വിശ്വസ്തതയും പുലർത്തുന്നവരായി ജീവിക്കുക. മൂന്നാമതായി, പ്രതീക്ഷിക്കാത്ത ദിവസവും അറിയാത്ത മണിക്കൂറും എപ്പോൾ വേണമെങ്കിലും നമ്മെ തേടിവരും എന്നതിനാൽ നിരന്തരം ജാഗ്രതയുള്ളവരായി ജീവിക്കുക എന്നതാണ്. നാലാമതായി, നാം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമ്മോട് ദൈവവചനം പങ്കുവെച്ച് നമ്മെ വളർത്തിയവരായ നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസ ജീവിതം നാം മാതൃകയാക്കുകയും അനുകരിക്കുകയും ചെയ്യുക എന്നതാണ്. അഞ്ചാമതായി, ദൈവിക കൃപാവരങ്ങൾ കൊണ്ട് നിരന്തരം ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും നന്മയുടെയും പങ്കുവയ്ക്കലിൻ്റേതുമായ സമർപ്പണ ബലികൾ അർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവരായി തീരുകയും ചെയ്യുക എന്നതുമാണ്. ഈ 5 ദൈവിക ആഹ്വാനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.